ഹിമാലയത്തിൻ്റെ മധ്യത്തിൽ മേഘങ്ങൾ പോലും നിശബ്ദമായി നിൽക്കുന്ന ഒരു സ്ഥലം, കൈലാസം. ശാന്തിയുടെ ആവാസം. ഇവിടെ വെല്ലുവിളികളുടെ സ്ഥലമല്ല, ഇത് സമർപ്പണത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും സ്ഥലം. അകത്ത് മഹാദേവൻ സമാധിയിൽ, പാർവതിദേവി അവൻ്റെ അരികിൽ. കൈലാസത്തിനുള്ളിൽ ശാന്തി മാത്രം. എന്നാൽ ആ ശാന്തതയിലേക്ക് ഒരു ശക്തി കടന്നു വന്നു. രാവണൻ, ഭക്തൻ. അവൻ ദൈവത്തെ ആരാധിച്ചവൻ തന്നെ, എന്നാൽ തൻ്റെ ശക്തിയിൽ വിശ്വസിച്ചവൻ കൂടിയായിരുന്നു. കൈലാസത്തിൻ്റെ വാതിൽക്കൽ നന്ദി അവനെ തടഞ്ഞു. ഇത് മഹാദേവന്റെ സ്ഥലം. ആ മുന്നറിയിപ്പ് രാവണന് മതിയായില്ല. കാരണം അവന് ഭക്തിയുണ്ടായിരുന്നു, പക്ഷെ വിനയം കുറവായിരുന്നു. തടസ്സം കണ്ടപ്പോൾ അവൻ കാത്തുനിന്നില്ല. കൈലാസം തന്നെ നീക്കാൻ ശ്രമിച്ചു. ഭൂമി നടുങ്ങി, പർവ്വതം വിറച്ചു. ശക്തി പാറകളെ തൊട്ടപ്പോൾ വിള്ളലുണ്ടായി, പക്ഷെ അതൊന്നും ദൈവത്തെ കുലുക്കിയില്ല. അകത്ത് പാർവതിദേവി ആശങ്കപ്പെട്ടു. പക്ഷെ മഹാദേവൻ ഇപ്പോഴും സമാധിയിൽ. ഒരു മൃദുവിളി, നാഥ. മഹാദേവൻ കണ്ണുകൾ തുറന്നു. കോപത്തോടെയല്ല, അറിയുന്നൊരു നിശബ്ദതയോടെ. ഒരു ചെറിയ സ്പർശം, അത്രമാത്രം. അവന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ശക്തി വന്നു ഭവിക്കുന്നത് അവന് മനസ്സിലായി. അവൻ പോരാടി, നിലവിളിച്ചു. പക്ഷെ കൈലാസം നീങ്ങിയില്ല. സമയം കടന്നു. മഴയും മഞ്ഞും മാറി. അവൻ്റെ അഹങ്കാരം ഇല്ലാതാവാൻ തുടങ്ങി. കണ്ണുകൾ അടഞ്ഞു. അവൻ്റെ ശക്തി ഭക്തിയായി പരിണമിച്ചു. വേദനയിൽ നിന്ന് ജനിച്ചു ഒരു സ്തുതി. ആദ്യം ശബ്ദം വിറച്ചു, പിന്നെ ഉറച്ചു. അവൻ പ്രാർത്ഥിച്ചു, ഓം നമഃ ശിവായ. കൈലാസത്തിനുള്ളിൽ ആ ശബ്ദമെത്തി. മഹാദേവന്റെ അധരങ്ങളിൽ ഒരു ചെറിയ പുഞ്ചിരി. അത് അംഗീകാരമായിരുന്നു. സ്പർശം പിൻവലിച്ചു. ഭാരം കുറഞ്ഞു. രാവണൻ വീണ്ടും ശ്വാസമെടുത്തു. അവൻ കണ്ണുകൾ തുറന്നു. മുമ്പ് അഹങ്കാരത്തോടെ, ഇപ്പോൾ ഭക്തിയോടെ. അവൻ നിലത്തു വീണു. ശക്തി കാണിക്കാനല്ല, സമർപ്പിക്കാൻ. അവൻ്റെ മുന്നിൽ നിന്നത് കൈലാസത്തിൻ്റെ യഥാർത്ഥ ശക്തി, ശാന്തനായ മഹാദേവൻ. മഹാദേവൻ രാവണന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ ക്ഷീണത്തിൽ നിന്നവന് മുക്തി ലഭിച്ചു. സമർപ്പണം സത്യമായപ്പോൾ അനുഗ്രഹം സ്വയം വന്നു. ചന്ദ്രഹാസം ഒരു ആയുധമല്ല, ഒരു അംഗീകാരം. കൈലാസം ഉയർത്താൻ ശ്രമിച്ചവൻ ഒടുവിൽ തലകുനിച്ചു. അഹങ്കാരം കൊണ്ട് അവന് വരുത്തിവച്ച വിന ഭക്തി കൊണ്ട് അവൻ മാറ്റിയെടുത്തു. ഹരഹര മഹാദേവ.